ഗുഡ് മോർണിംഗ് മാസ്റ്റർ. മാസ്റ്റർ ഈ തേർഡ് ഐ സംബന്ധമായ ക്ലാസ്സുകൾ നടത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. മാസ്റ്ററിന് ഈ തേർഡ് ഐയെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. തേർഡ് ഐ ശരിക്കും പറഞ്ഞാൽ ഒരു സയന്റിഫിക് പ്രോസസ്സാണ്, മനസ്സിന്റെ ഒരു സയന്റിഫിക് പ്രോസസ്സാണ്. തേർഡ് ഐ എന്ന് പറഞ്ഞാൽ ഊർജത്തിന്റെ ഒരു വേൾഡാണ്, ഒരു ഹിഡൻ വേൾഡ്, ഒരു എനർജി വേൾഡാണ്. ഇത് മൂന്നാം കണ്ടെന്നോ നാലാം കണ്ടെന്നോ സോളമന്റെ സയൻസിനോ മറ്റുള്ള എന്തുമായിട്ടും ഇതിനെ ബന്ധപ്പെടുന്ന ചില ആചാരങ്ങളിൽ വന്നിട്ടുണ്ട്, ചില മതവിശ്വാസങ്ങളിൽ വന്നിട്ടുണ്ട്, പലതിലും ഇത് കയറി വന്നിട്ടുണ്ട്. ഒരു മൂന്നാം കണ്ണം എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഇതൊരു മൂന്നാം കണ്ണോ നാലാം കണ്ണോ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ, അതായത് മാനവൻ, ഒരു മനുഷ്യന്റെ ബോധമാണ് തേർഡ് ഐ. അതായത് ഉന്നതിയിലുള്ള ബോധം, ശുദ്ധീകരിക്കപ്പെട്ട ബോധം, പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബോധം. ഇപ്പൊ നമ്മൾ ഒരു ലെൻസ് പിടിക്കുന്നു, ഒരു കോൺവെക്സ് ലെൻസ് ഒരു പേപ്പറിൽ വെച്ചാൽ ഒരു വലിയ പ്രകാശം ഒരു ഗോളമായിട്ട് രൂപാന്തരപ്പെടുന്നു. പക്ഷെ ആ പേപ്പറിന് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മൾ ലെൻസ് പതിയെ 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 നീക്കുമ്പോൾ അതൊരു പിൻ പോയിന്റിലാവും ആ പ്രകാശം. അപ്പോൾ ആ പേപ്പർ കത്താൻ തുടങ്ങും. എന്ന് പറഞ്ഞതുപോലെ ഈ നമ്മളുടെ ശരീരത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ഊർജം ഒരു പോയിന്റിൽ വരുന്ന ഒരു പ്രക്രിയ, ഏകാഗ്രതയുടെ ഉന്നത ഭാവം, അത് ഏകാഗ്രതയ്ക്കും അതീതമായി മാറും. ഇപ്പൊ സയന്റിഫിക് ഭാഷയിൽ പറഞ്ഞാൽ നമ്മളുടെ തലയുടെ ഒത്ത മധ്യം ഒരു ക്രോസ് സെക്ഷൻ ആയിട്ട് നമ്മളെ ബ്രെയിനിൽ എടുക്കാം. തലയെ മൊത്തം ഒരു ക്രോസ് സെക്ഷൻ ആയിട്ട് എടുത്താൽ സെൻട്രൽ പോയിന്റ്, കേന്ദ്രീകൃത ബിന്ദുവിൽ ഇരിക്കുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള സ്റ്റിയറിംഗ്, നമ്മുടെ ആത്മാവിന്റെ തന്നെ സ്റ്റിയറിംഗ് ആണ് പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ അതിന്റെ ചുറ്റുമുള്ള എനർജി വലയത്തെ തിരിച്ചറിയുന്ന പ്രോസസ്സാണ് തേർഡ് ഐ. അതാ മൂന്നാം കണ്ണ്, അല്ലെങ്കിൽ ഉന്നതമായ ബോധത്തിന്റെ അവസ്ഥ, തിരിച്ചറിയുന്ന അവസ്ഥ, ജ്ഞാനമായ അവസ്ഥ എന്നൊക്കെ പല രീതിയിൽ പറയാം. അപ്പോൾ ഇത് അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് യൂണിവേഴ്സ് എന്ന ഈ മഹാപ്രപഞ്ചം, അതായത് ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായി നിൽക്കുന്ന സൂക്ഷ്മമായ എനർജി വേൾഡിലേക്ക് നമ്മളുടെ പീനിയൽ ഗ്ലാൻഡിന് ചുറ്റുമുള്ള ഊർജ്ജമാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നമ്മളുടെ പീനിയൽ ഗ്ലാൻഡിന് ചുറ്റുമുള്ള ഊർജ്ജത്തെ ഏകാഗ്രതയിലൂടെ, വിദ്യകളിലൂടെ, സൂക്ഷ്മതയിലൂടെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ കോഡിലൂടെ നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എനർജി വേൾഡിലേക്ക്. എനർജി വേൾഡിനെ അറിഞ്ഞാലാണ് നമുക്ക് പിന്നെ ജീവിക്കാൻ വളരെ സുഖകരമായിരിക്കും. ആ ഒരു തലമാണ്. അപ്പൊ എല്ലാത്തിനെയും അറിയുന്ന, അതായത് അനുഭവിച്ചറിയുന്ന ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിക്കപ്പെടുന്ന ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥ. അത് പല ഫ്രീക്വൻസിയിലാണ്, അതിസൂക്ഷ്മമായ ഫ്രീക്വൻസിയിലാണ്. സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. ഇതൊരു മെറ്റാഫിസിക്കൽ സബ്ജക്റ്റ് കൂടിയാണ്. കലാലയങ്ങളിൽ പോയി പഠിക്കാൻ പറ്റില്ല. സാങ്കേതിക വിദ്യയിൽ ഇതുവരെ കണ്ടുപിടിക്കാൻ കാരണം 95% അദൃശ്യമായ ലോകത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്, എനർജി വേൾഡിലേക്ക്, ഹിഡൻ വേൾഡ്. നമ്മൾ ഫിസിക്കലിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 5% മാത്രം ഒരു പ്രോസസ്സ് നടക്കുന്നു. ഒരു ഊർജത്തിന്റെ ഒരു പ്രോസസ്സ് നടന്നതിന് ശേഷമാണ് അത് രൂപീകരണ സിദ്ധാന്തത്തിലേക്ക് വരുന്നത്. ആ രൂപീകരണ സിദ്ധാന്തത്തെ മാത്രമാണ് നമ്മളുടെ ഈ ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ രൂപീകരണ സിദ്ധാന്തത്തിന്റെ പിന്നാമ്പുറം ആരെന്ന് കാണണമെങ്കിൽ ഈ ഹിഡൻ എനർജി വേൾഡിനെ അറിയണം. ഹിഡൻ എനർജി വേൾഡിനെ അറിയണമെങ്കിൽ നമ്മളുടെ ബോധത്തിന്റെ കേന്ദ്ര ബിന്ദുവിനെ അറിയണം. നമ്മുടെ ബോധത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തം ഒന്ന് കടഞ്ഞെടുത്താൽ കിട്ടുന്ന ആ ഒരു പോയിന്റ് ആണ്. അത് തലയുടെ ഒത്ത മധ്യത്തിലാണ്. അതറിയണമെങ്കിൽ ഏകാഗ്രത ആവശ്യമാണ്. ഏകാഗ്രത ആവശ്യമാണെങ്കിൽ ടെക്നിക്ക്, വിദ്യകൾ അഭ്യസിക്കേണ്ടതുണ്ട്. അപ്പൊ തേർഡ് ഐ ഒരു കലയായിട്ട് എടുക്കുക, ഒരു യൂണിവേഴ്സൽ കല. ഇതൊന്നുമായിട്ട് കണക്റ്റഡ് ഇല്ല. ഇപ്പൊ ഏകാഗ്രതയുടെ സബ്ജക്റ്റ് ആണ്, അതാണ്. അപ്പോൾ ഷോർട്ട് കട്ടിൽ കൂടി പറഞ്ഞാൽ വാട്ട് ഈസ് തേർഡ് ഐ എന്ന് ചോദിച്ചാൽ ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥ, എല്ലാം അറിയുന്ന അവസ്ഥ, ആ ഒരു തലമാണ്. താങ്ക് യു മാസ്റ്റർ. ഇത്രയും ഗഹനമായ ഒരു സബ്ജക്റ്റ് വളരെ ലളിത സുന്ദരമായിട്ട് മറുപടി തന്നതിൽ ഒത്തിരി സന്തോഷം. സാധാരണക്കാർക്ക് അത് പ്രയോജനപ്പെടുമെന്നുള്ളത് സംശയമില്ല. അതോടൊപ്പം തന്നെ എനിക്കൊരു ചോദ്യമുള്ളത്, ഇത് സാധാരണ മനുഷ്യർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണോ, അതോ ഈ സാധാരണ മനുഷ്യർ പഠിച്ചാൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ? അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാം. തീർച്ചയായിട്ടും ഇത് സാധാരണക്കാരൻ, ഉന്നതിയിലുള്ള ആൾക്കാർ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഒരു ബെഞ്ചിലിരുന്ന് എത്ര ഉന്നതിയിലുള്ള ആൾക്കാരായാലും, അതായത് ഭൗതിക പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരായാലും, എത്ര താഴ്ന്ന തരത്തിലെ ഒരു സാധാരണക്കാരനായ ആൾക്കാർക്ക് പോലും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. കാരണം ഇതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പ് ആവശ്യമില്ല. തയ്യാറെടുപ്പ് തന്നെ ഒരു റോങ് സബ്ജക്റ്റ് ആണ്. എനർജി വേൾഡിന് അല്ലെങ്കിൽ അതീന്ദ്രിയ വിഷയങ്ങൾ, ഇങ്ങനെയുള്ള സബ്ജക്ട് പഠിക്കാൻ തയ്യാറെടുപ്പിന്റെ ആവശ്യമില്ല. അത് താനേ തയ്യാറാക്കപ്പെടുകയാണ്. അത് കിടന്ന് തന്നെ അറിഞ്ഞ് തയ്യാറാക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ഞാൻ തയ്യാറെടുത്തു, അത് തന്നെ ആ കൺസെപ്റ്റ് തെറ്റാണ്. സാധാരണക്കാർക്ക് പഠിക്കാം വളരെ ഈസി ആയിട്ട്, വളരെ ഷോർട്ട് കട്ടായിട്ട്. 10-30 വർഷം കൊണ്ട് പഠിക്കേണ്ട സബ്ജക്റ്റിനെ ക്യാപ്സൂളാക്കി സാധാരണക്കാരന് പഠിച്ച് അവന്റെ ദൈനംദിന ജീവിതത്തിലേക്ക് ഉപയോഗിക്കാം. ദൈനംദിന ജീവിതം എന്ന് പറഞ്ഞാൽ ഈ മാനവരാശിയിൽ ഒരു മാനവൻ
മനുഷ്യൻ നേരിടുന്ന 3 പ്രശ്നം സാമ്പത്തികം. അതാണ് ആദ്യത്തെ പ്രശ്നം, അടിത്തറ ഇളവ് സാമ്പത്തികമല്ലേ. പണം വളരെ ആവശ്യമാണ്. മനുഷ്യനാണോ അവന് പണം വേണം. പണം ഇല്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് കാര്യമില്ല. കാരണം നിലനിൽപ്പ് അപകടത്തിലാവും. നിലനിൽപ്പ്. 2 ആരോഗ്യം. 3 മനസ്സിന്റെ ചലനം, ചിന്തകളുടെ ഒരു കൊടും ഫാക്ടറി. ഈ 3 ഇല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ഇത് മനുഷ്യനെ അലട്ടുന്നത്. ഒന്ന് ആരോഗ്യം. ആരോഗ്യം മാനസികമാവും ശാരീരികമാവും. ഇത് ഭൂമിയിൽ ആരോടെങ്കിലും ചോദിച്ചാൽ പൂർണ്ണ ആരോഗ്യവാനാണോ? ചോദ്യചിഹ്നമാണ്. ഒരാൾക്കും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം, ഒത്തിരി പറയേണ്ട സബ്ജക്ട്. 2 മനസ്സിന്റെ പ്രശ്നം, ഏകാഗ്രത കിട്ടുന്നില്ല. അപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇത് കയറി വന്ന് പഠിച്ചാൽ അവന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം ആദ്യം തന്നെ ഇളകി പറഞ്ഞ അവന്റെ മനസ്സൊന്ന് കെട്ടടങ്ങും. 2 ഏറ്റവും ഏകാഗ്രതയിലേക്ക് മൈൻഡ് താനെ കൺവേർട്ട് ആവും. അതായത് ഈ വിദ്യ അഭ്യസിക്കുന്നതിലൂടെ. 3 ഹിഡൻ എനർജി വേൾഡിനെ അറിയുന്നതോടുകൂടി അവൻ ചിന്തിക്കുന്നതെല്ലാം ഊർജമായി പരിണമിച്ച് അതൊരു രൂപീകരണ സിദ്ധാന്തം. ഈ ഹിഡൻ വേൾഡായ ഇന്ന് വരെ പറയാൻ പറ്റാത്ത, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കാത്ത മെറ്റാഫിസിക്സ് എന്നുള്ള ആ പ്രോസസ്സിലേക്ക് കിടക്കും. ക്ലാസിക്കൽ ഫിസിക്സിലേക്ക് കടന്നിട്ടില്ല. അവിടെയാണ് ഈ കുഴപ്പം. അതിന്റെ വീഡിയോ ഞാൻ വിശദമായിട്ട് ഇട്ടിരുന്നു, E=mc² എനർജിയുടെ വേൾഡും. അപ്പൊ അതിലേക്ക് കടന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ദൈനംദിന ജീവിതത്തിൽ അവൻ നേരിടുന്ന 100 കണക്കിന് പ്രശ്നം. അതിൽ ഏറ്റവും കാതലായ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? സാമ്പത്തികം, ശാരീരിക ആരോഗ്യം, 3 മൈൻഡിന്റെ പ്രശ്നങ്ങൾ. ഇതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫേസ് ചെയ്യുന്നല്ല, അതൊന്നും മാറി അങ്ങോട്ട് തരാണ്. ശരിക്കും പറഞ്ഞാൽ രാജാവ് വരുമ്പോൾ പ്രജ എണീറ്റ് നിൽക്കും പോലെ യൂണിവേഴ്സിനെ അറിയുമ്പോൾ, എനർജി വേൾഡിനെ അറിയുമ്പോൾ തോട്ട്സ് എല്ലാം വേറെ രീതിയിലേക്ക് കൺവേർട്ട് ആവും. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു തലത്തിലേക്ക് ഊർജം. ഞാൻ ലെൻസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതായത് ഒരു ഏകാഗ്രതയിലേക്ക് വന്നു, എല്ലാം നടക്കാൻ തുടങ്ങുന്നു ആ ഒരു തലത്തിലേക്ക്. അപ്പൊ ഇത് പ്രൂവ് ചെയ്ത് കാണിക്കാമെന്ന് ചോദിച്ചാൽ അത് കാണിച്ചു തരാൻ സയൻസിനും പറ്റിയിട്ടില്ല, ഉപകരണങ്ങളുമില്ല. ഏതെങ്കിലും യുഗത്തില്, കാരണം സയൻസിന്റെ ഒരു ഇപ്പോ നടക്കുന്ന എത്രത്തോളം എത്തിയെന്ന് ഞാൻ പറയാം. വർഷങ്ങളായി ഇപ്പോഴും പ്രകാശത്തിന്റെ വേഗതയിൽ കുടുങ്ങി കിടക്കാണ്. ഇന്നും സയൻസിന് പറയാൻ പറ്റിയിട്ടില്ല പ്രകാശ വേഗതയും അതിജീവിക്കുന്ന ഒരു വേഗതയുണ്ടെന്ന് ഇന്നും പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വേഗത തന്നെ സംശയത്തിന്റെ പുറത്താണ്. അതായത് വേഗത തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വേഗതയ്ക്ക് അതീതമായി മാറുകയാണ്. ഈ വിദ്യ അഭ്യസിക്കുന്നതോടുകൂടി ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥ മാറി നിശ്ചലമായ മനസ്സിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ തേട എന്ന കൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ആവും. നിശ്ചലമാവുന്നതോടുകൂടി എല്ലാ എനർജി വേൾഡിനെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. വേഗതയ്ക്ക് അതീതമായി മാറണം. വേഗത കൂട്ടി വേഗതയ്ക്ക് അതീതമായി മാറും. അപ്പൊ ഇത് പഠിച്ചാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ഒരു ബെഞ്ചിലിരുന്ന് ഒരു ദിവസം കൊണ്ട്, കാരണം ഒരുപാട് റോക്കൻ സയൻസ് അത്യധികം അഗാധമായ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ ഒരു ഗുഹയിലിരുന്ന് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ കാലഘട്ടം വേറെയാണ്, ആധുനിക കാലഘട്ടമാണ്. ആർക്കും ടൈമില്ല, ഒരു ഓട്ടപ്പാച്ചിലാണ് എന്തിനോ വേണ്ടി. അപ്പോൾ അതേ രീതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് ദൈനംദിന ജീവിതത്തിലേക്ക് ഉപയോഗിക്കാൻ ഒരു വിദ്യയായിട്ട് അഭ്യസിക്കുക. അവന്റെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ മതത്തിനോ മറ്റുള്ള ജീവിത രീതികൾക്കോ കുടുംബത്തിനോ അതിനെ ബാധിക്കാതെ ഒരു ഇൻഡിപെൻഡന്റ് യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആയിട്ട് ഇത് പഠിച്ച് ആ ഒരു തലത്തിലൂടെ പോയാൽ എന്തും സാധ്യമാണ്. അവൻ അത് യൂണിവേഴ്സിന്റെ ഉന്നത തലത്തിലേക്ക് പോവാം. അവൻ വിശ്വസിക്കുന്ന ആചാരങ്ങളുടെ ഉന്നത തലത്തിലേക്കും കടന്നുകൂടാം. കാരണം ബോധം അത്യധികം സൂക്ഷ്മതയിലേക്കാണ്. അപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് അറിയാലോ എല്ലാം തന്നെ. അപ്പൊ അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. താങ്ക് യു ഡോക്ടർ. സാധാരണക്കാരനും അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതൊരു തുറയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കും അവന്റെ വിദ്യാഭ്യാസമോ സാമൂഹ്യ സ്റ്റാറ്റസോ ഒന്നും വ്യത്യാസമില്ലാതെ ഏതൊരു സാധാരണക്കാരനും പഠിക്കാൻ പറ്റുന്ന വിഷയമാണെന്ന് കേട്ടതിൽ അതിയായ സന്തോഷമുണ്ട്. സാധാരണക്കാരന്റെ ഒരു ജീവിതത്തെ പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ വിദ്യ അങ്ങ് പഠിപ്പിക്കുന്നതിൽ അങ്ങയോടുള്ള ആദരവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിൽ ഉദിക്കുന്ന മറ്റൊരു സംശയം, ഇതിന് ഏതെങ്കിലും മതവിശ്വാസവുമായിട്ട് ബന്ധമുണ്ടോ? ഏതെങ്കിലും മതവിശ്വാസത്തിന്റെ അടിത്തറയിൽ ഇത് ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു വിദ്യയോ കലയോ വല്ലതുമാണോ? അതിനെക്കുറിച്ചൊന്ന് പറയാം. അതിനെപ്പറ്റി വിശദമായിട്ട് പറയാനുണ്ട്. തേട എന്ന കൺസെപ്റ്റ് യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ അവസ്ഥ. അവിടെ ഏകാഗ്രതയും ഒരു മനുഷ്യന്റെ ബോധവും മനസ്സുമാണ് പ്ലേ ഗ്രൗണ്ടിൽ വരുന്നത്. യാതൊരു തരത്തിലുള്ള മതമോ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, യാതൊരു തരത്തിലുള്ള മതമോ നമ്മൾ അടിച്ചാൽ കിട്ടും. എത്ര റിലീജിയൻ ഈ ഭൂമുഖത്തുണ്ട്, എത്ര മതങ്ങൾ, നമ്മൾ അന്തം വിട്ടുപോകും അല്ലെ? നിരവധി. അപ്പൊ ഒരു മതവുമായിട്ടോ ഒരു ആചാരവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഒരു രൂപങ്ങളായിട്ടോ
ഏതെങ്കിലും മതത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള മന്ത്രങ്ങളായിട്ടോ ഏതെങ്കിലും ദൈവരൂപങ്ങളായിട്ടോ തേടൈക്ക് ബന്ധമില്ല. ബോധം എന്ന് പറയുന്നത് നിറഞ്ഞതാണ്. അത് കാലത്തിനും സമയത്തിനും ദിക്കിനും ദിശയ്ക്കും ഗുണത്തിനും അതീതമായ ഏകാഗ്രതയുടെയും നിറഞ്ഞ ഏകാഗ്രതയുടെ സബ്ജക്റ്റാണ്. അവിടെ വേണ്ടത് ഏകാഗ്രത എന്ന ടൂൾ മാത്രമാണ്. അതിലേക്ക് എന്തെങ്കിലും കയറി കൂടിയാൽ ഇത് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ടാണ് ഇത് പതിയെ 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 പഴയ കാലം മുതൽ പുരാതന കാലത്ത് ഇതെല്ലാവരെയും പഠിപ്പിച്ചിരുന്നില്ല. കാരണം പതിയെ 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 വർഷങ്ങളോളെടുത്ത് ഗുരു ശിഷ്യ ബന്ധത്തിൽ ഒന്ന് മനസ്സിലാക്കി വർഷങ്ങളെടുത്താണ് ഇതിന്റെ ഓരോരോ സബ്ജക്റ്റും കൈപിടിച്ച് ഗുരുക്കന്മാര് ശിഷ്യന്മാരെ പതിയെ 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 കൊണ്ടുപോയി പഠിപ്പിച്ചിരുന്ന സബ്ജക്റ്റാണ്. അപ്പൊ പെട്ടെന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരു ലക്ഷറി റൂമിൽ ഇരുന്ന് പഠിപ്പിക്കേണ്ട സബ്ജക്റ്റും അല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അപ്ഡേഷൻ ആവശ്യമാണ്, ആർക്കും ടൈമില്ല. അതുകൊണ്ട് ആ രീതിയിൽ ഇരുന്ന ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. അപ്പൊ യാതൊരു തരത്തിലുള്ള മതങ്ങളോ ആചാരങ്ങളോ അവരുടെ വിശ്വാസങ്ങളോ ആയിട്ട് ഇതിന് ബന്ധമില്ല. ഇതൊരു യൂണിവേഴ്സൽ വിദ്യയാണ്. നമ്മൾ എല്ലാ വിദ്യകളും പഠിക്കും പോലെ കരാട്ടെ, കുംഫു, കളരി, MBBS, ആയുർവേദം, ഇങ്ങനെ നൂറായിരക്കണക്കിന് നമ്മൾ ഈ ഭൂമിയിലുള്ള സബ്ജക്ട് പഠിക്കും പോലെ അതിൽ ഒരു വിദ്യയാണ് ഇത്. ഒരു ഉന്നതമായ വിദ്യയാണ് ഇത്. അത്യധികം യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഇതൊരു അങ്ങനെയുള്ള ഗോഡ് ചാപ്റ്റർ എന്ന് വേണ്ടി നമുക്ക് വേണ്ടി അതിനെ വിശേഷിപ്പിക്കാം. അത്രയ്ക്ക് ഉന്നത തലമാണ്, എനർജിയുടെ ലോകമാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പൊ നമുക്കിത് ഒരു വിശ്വാസവുമായിട്ടും ബന്ധപ്പെടുത്താതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവുമായിട്ട് ഇതിന് യാതൊരു അടിത്തറയുമില്ല എന്നുള്ളത് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഇത് പ്യുവർ സയൻസ് ആണെന്ന് തോന്നുന്നു, ഇതൊരു കലയാണെന്ന് തോന്നുന്നു, ഇതൊരു വിദ്യയാണെന്ന് തോന്നുന്നു. ഇത് പ്രപഞ്ചവും നമ്മുടെ ഉൾക്കാമ്പിൽ നിന്ന് ഉദിക്കുന്ന തെളിഞ്ഞ ബോധവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നു. താങ്ക് യു ഡോക്ടർ. അങ്ങനെ ഒരു വിവരണം കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിന് എന്തെങ്കിലും ഒരു സയന്റിഫിക് എവിഡൻസ് പറയാനുണ്ടോ? ഒരു സയൻസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓക്കെ, സയൻസുമായിട്ട് ബന്ധം പറഞ്ഞാൽ നമുക്ക് ഐൻസ്റ്റീനെ ന്യൂട്ടനെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സയന്റിസ്റ്റുകളൊക്കെ ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളും പ്രോസസ്സുമാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഐൻസ്റ്റീൻ, ന്യൂട്ടൺ വന്ന് ചലന നിയമം ഇട്ടു. ഐൻസ്റ്റീൻ ആണ് യൂണിവേഴ്സിന്റെ ഒരു സബ്ജക്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തോളൂ. അപ്പോഴത്തേക്കും ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബ്, ഫിഷൻ, ഫ്യൂഷൻ, E=mc², ഇങ്ങനെയുള്ള ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു ലോകം ഓപ്പൺ ആയത് അവിടെയാണ്. അപ്പോൾ ഇതിന്റെ ഉന്നതമായ തലത്തിലേക്ക് പോയാൽ ഒരു മെറ്റാഫിസിക്സ്, ക്വാണ്ടം തിയറി, ആ ഒരു തലത്തിലേക്ക് പോണ്ടി വരും. അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റിയ സാങ്കേതിക വിദ്യ ഇല്ലാത്തത് കാരണം അതൊരു യുക്തിക്ക് നിരക്കാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ കടന്നു വരും. ഇപ്പൊ നമ്മൾ തന്നെ പറയാണ്, ഒരു ഗ്രഹത്തിൽ നിന്ന് ഒരു ഗ്രഹത്തിലേക്കുള്ള ഡിസ്റ്റൻസ് വരെ 1 ട്രില്യൺ കിലോമീറ്റർ ആണ്, അനന്തമായി. അപ്പൊ പിന്നെ ഈ പ്രപഞ്ചം എന്തായിരിക്കും? അപ്പൊ ഇതിന്റെ എൻഡ് എവിടെയായിരിക്കും? ഒന്നും നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു സബ്ജക്ട് ആയതിനാൽ മെറ്റാഫിസിക്സ് ഒരു കലാലയത്തിൽ പോയി പഠിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ തരംഗം പോയിക്കൊണ്ടിരിക്കുന്നു. EEG വെക്കുന്നു, ഒരു ന്യൂറോളജിസ്റ്റ് EEG ചെക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് അറിയാൻ തരംഗം പോകുന്നുണ്ട്. ഇതുപോലെ നമ്മളുടെ തരംഗം പ്രപഞ്ചത്തിലേക്ക് പോകുന്നു എന്ന് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? റേഡിയോയിൽ നമ്മളൊരു ഏരിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ റേഡിയോയിൽ നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റേഷൻ കിട്ടണം. നമുക്ക് സപ്പോസ് പഞ്ചാബിലെ ഒരു സ്റ്റേഷൻ നമുക്ക് കിട്ടണം. ഇന്ത്യ മുഴുവൻ കിട്ടുന്നുണ്ട്. നമ്മൾ ട്യൂൺ ചെയ്ത് എന്ത് ചെയ്ത് ആ സ്റ്റേഷൻ കിട്ടുന്നില്ല, എല്ലാ സ്റ്റേഷനും കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റും എങ്ങനെ ഈ തരംഗം വന്ന് ഈ പഞ്ചാബിലുള്ള സ്റ്റേഷന്റെ തരംഗം എങ്ങനെ വന്ന് ഇതിൽ ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ ഉപകരണമൊന്നുമില്ല. അതുപോലെയാണ് 95% ഭൂമി കറങ്ങുന്നു, കാറ്റ്, ഫോഴ്സുകള്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ മനുഷ്യന്റെ വിവേചന, ഫിസിക്കൽ വിവേചന ബുദ്ധിക്ക് അതീതമാണ്. അതിന് ഉപകരണമില്ല. ഉപകരണം ഉണ്ടായാൽ പോരാ, അത് വർഷങ്ങളോളം റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിച്ച് ലോകം അംഗീകരിച്ചാൽ മാത്രമേ ഒരു സയന്റിഫിക് സബ്ജക്റ്റ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അത് ഫാദറിന് അറിയാൻ നന്നായിട്ട്. ഫാദർ സയന്റിഫിക് റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആളുമാണ്. അപ്പൊ ഉള്ള കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം നമുക്കത് ഒരു ഡിഗ്രി എന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് ലെവലിൽ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. താങ്ക് യു ഡോക്ടർ. എനിക്ക് മനസ്സിലായത്, ഇതിന് നമുക്ക് ഇത്രയും ഗഹനമായ ഒരു സബ്ജക്റ്റും എന്നും സയന്റിഫിക് ആയിട്ട് ആരും റിസർച്ച് ചെയ്ത് കണ്ടെത്താനായിട്ടില്ലാത്ത അത്ര അതിനിഗൂഢമായ ഒരു കലയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സയൻസിൻ്റെതായ ഒരു പ്രൂഫ് ആൻഡ് എവിഡൻസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയുടെയും അറിവിന്റെയും പശ്ചാത്തലത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. താങ്ക് യു. ഇങ്ങനെയുള്ള ചില സംശയങ്ങളായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതെനിക്ക് മാസ്റ്ററിനോട് എപ്പോഴെങ്കിലും ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. എന്നോടൊപ്പം ചേർന്ന് ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിന് ഹിമാലയൻ മാസ്റ്റർ ഡോക്ടർ അഷ്റഫിനോടുള്ള നന്ദി സ്നേഹവും തോട്ടിന്റെ സീരീസിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. മാസ്റ്റർ, എനിക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് ചില കുട്ടികളൊക്കെ ഈ തേർഡ് ഐ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നു.
അവര് എങ്ങനെയോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പഠിക്കാനും ഒക്കെ തുടങ്ങിയതായിട്ട് കേൾക്കുന്നു. ഈ കുട്ടികൾക്ക് ഇത് എങ്ങനെ പ്രയോജനപ്പെടും, അല്ലെങ്കിൽ കുട്ടികൾ ഇത് പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? ഓക്കെ, എല്ലാ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും നമ്മളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. MBBS സ്റ്റുഡൻസ്, MD, അങ്ങനെ എല്ലാ തലത്തിലുമുള്ള സാധാരണക്കാർ മുതൽ ടോപ്പിലുള്ള ആൾക്കാർ വരെ എല്ലാ തലത്തിൽ നിന്നും ഈ ലോകത്തിന്റെ നാനാ സ്ത്രമുകളിൽ നിന്ന് വരാറുണ്ട്. കുട്ടികളോട് ഞാൻ എന്ന് പറയാറുള്ളത്, നിങ്ങൾ തേടൈ പഠിച്ചിട്ട് ഹാലൂസിനേഷനോ, ഇന്ന് യൂട്യൂബ് നിറഞ്ഞു നിൽക്കാണ് ചൈനീസ് ഫിക്ഷനും കുംഫു പാണ്ട പോലെയുള്ള മൈൻഡിനെ വ്യതിചലിപ്പിക്കുന്നതുമായ നിഗൂഢതയേറിയ ബ്രെയിൻ വേവ് ഒക്കെ ഇട്ടിട്ട് മൈൻഡിനെ ഓൾട്ടർ ചെയ്യുന്ന ഒത്തിരി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രൂപം വരെ പ്രശ്നമാണ്. മൈൻഡിന്റെ ദുർബലതയെ അത് പ്രയോജനപ്പെടുത്തുക. അതായത് നമ്മൾ കാണുന്നതല്ല ഉള്ളിലേക്ക് കയറുന്നത്, മനസ്സിന്റെ ദുർബലതയെ പ്രയോജനപ്പെടുത്തിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. യൂട്യൂബ് തുറന്നാലും കുട്ടികളെ ആകർഷിക്കുന്ന ഒത്തിരി ഫിക്ഷനും ഈ ഗ്രാഫിക്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിലേക്ക് മുഴുവൻ എനർജി വേൾഡിനെ കൺവേർട്ട് ചെയ്ത് ചൈനീസ് സംസ്കാരങ്ങളും കൊറിയൻ സംസ്കാരങ്ങളും ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അതൊന്നും കണ്ടിരിക്കാതെ ഒരു കുട്ടി ചെയ്യേണ്ട എന്താണ്, തേടി എന്നുള്ള ഈ എനർജി കൺസെപ്റ്റ്, ഈ വിദ്യ പഠിച്ചു, ഏകാഗ്രത വരുന്നു, മെമ്മറീസിനെ അതിന് ഡെവലപ്പ് ചെയ്യുക, പഠിച്ച സബ്ജക്റ്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. പഠിച്ച സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ചുള്ള സബ്ജക്റ്റും പഠിച്ച സബ്ജക്റ്റും. അല്ലാതെ ഹാലൂസിനേഷനിൽ പെട്ട് ദിവാസ്വപ്നം കണ്ടിരുന്നെങ്കിൽ വൻ പരാജയമായിരിക്കും. അതിലേക്ക് കൊടുത്ത് ഒരു എയിം സൃഷ്ടിക്കുക. ആ എയിം എക്സ്ട്രീം ആയിരിക്കണം എപ്പോഴും. ഒരു കുട്ടിയിൽ സൃഷ്ടിക്കേണ്ട എയിം എന്ന് പറഞ്ഞാൽ ഒരു പഠനത്തിന്റെ ഒരു തലത്തിൽ നിന്ന് നോക്കിയാൽ സിവിൽ സർവീസ് മൈൻഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു IAS IPS ആലോചിക്കുന്ന കുട്ടിയെ ഒരു താഴ്ന്ന തലത്തിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ എക്സ്ട്രീം ലെവല് അവന് ജോലി ആവശ്യമാണ്, വരുമാനം ആവശ്യമാണ്, സ്വന്തം കാലിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഉത്തരവാദിത്തങ്ങൾ വരുന്നു. കൾച്ചർ മനസ്സിലാക്കുക. ഭാരതത്തിന്റെ കൾച്ചർ എന്താണെന്ന് ആദ്യം പഠിപ്പിക്കുക. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കൾച്ചർ വരുമ്പോൾ തന്നെ ആൾക്കാർ ക്ലിയർ ആയി. ആ കൾച്ചർ അറിയാം, രാജ്യത്തിന്റെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച് അങ്ങനെ ഒരു പൊതുവായിട്ട് എല്ലാം പറഞ്ഞു മനസ്സിലാക്കുക. എല്ലാ മതങ്ങളുടെയും കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, നല്ലതാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ചില പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോൾ, വടക്കേ ഇന്ത്യ ആയാലും അമേരിക്ക ആയാലും ദുബായ് ആയാലും, നമ്മൾ ഭയന്ന് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത, കാരണം നമ്മൾ ബന്ധിക്കപ്പെട്ടാണ് പല കാര്യങ്ങളിലും. അങ്ങനെ ആവരുത്. അപ്പൊ കുട്ടികൾ ചെയ്യേണ്ടത് അവർക്ക് പഠനം, ജോലി, ഫൈനാൻസ്, അതിനൊക്കെ ഊന്നൽ കൊടുക്കുക, പൈസ സേവ് ചെയ്യുക, അവരെ പഠിപ്പിക്കുക. അത് പാരന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. പാരന്റ്സ് എന്ത് ചെയ്യുന്നോ അത് കണ്ട് വളരുന്ന കുട്ടി അത് കാർബൺ കോപ്പി പോലെ നടന്നുകൊണ്ടിരിക്കും. മറ്റതല്ല, മറ്റോ ഫാദർ പഠിച്ചില്ല അതുകൊണ്ടിരിക്കും. എന്നോട് ഒരു കുട്ടി വന്ന് പറയാണ്, നന്നായിട്ട് പഠിക്കുന്ന ഒരു +2 വിദ്യാർത്ഥി, ഞാൻ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല, കേരളത്തില് നല്ല ബിസിനസ് ചെയ്യുന്ന 2 പേരുടെ പേര് പറഞ്ഞു. അവരൊന്നും പഠിച്ചിട്ടില്ല, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ബിസിനസ്സും കാര്യങ്ങളും. ഞാൻ പറഞ്ഞു, അത് അവരുടെ കൺസെപ്റ്റ്, അവര് ചെയ്തു പോയതിനെ അനുകരിക്കണ്ട. ഇനി ആരെ അനുകരിക്കണ്ട, അത് അവര് ചെയ്തതിന്റെ ചെയ്തു പോയി. ഇനി എബ്രഹാം ലിങ്കൺ അനുകരിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം ചെയ്യേണ്ടത് ചെയ്തു. ഇനി നിങ്ങളായിട്ട് നിങ്ങളുടെ ഒരു വ്യക്തിത്വം രൂപാന്തരപ്പെടുത്തണം. അതിന് നിങ്ങൾക്ക് ഫൈനാൻസ് ആവശ്യമാണ്. ഫൈനാൻസ് ഉണ്ടായാലും നല്ലൊരു കുടുംബ പശ്ചാത്തലം ഉണ്ടാവുള്ളൂ. കുടുംബ പശ്ചാത്തലം ഒക്കെ ഉണ്ടായാലും നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരായി തീരണം, എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, ആരോഗ്യപരമായിട്ട് എല്ലാത്തിലും, കലാലയങ്ങളിലൊക്കെ പോയി എല്ലാത്തിലും പങ്കെടുക്കണം. അതിന്റെ കൂടെ ഇതെല്ലാം പോകണം. അപ്പൊ തേടൈ എന്ന് പറഞ്ഞ ഹാലൂസിനേഷനോ, ഡ്രീമോ, അത്ഭുതങ്ങളോ, മിറാക്കിളോ, മാലാഖമാരെ കണ്ടിരിക്കലോ, അതിലേക്കൊന്നും വിദ്യാർത്ഥികളെ തിരിച്ചുവിടാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പഠനം, ഏകാഗ്രത, ലക്ഷ്യബോധം ഇടുക. നിന്റെ ലക്ഷ്യം ഇതാണ്. അത് ആവുമ്പോൾ തന്നെ പിന്നെയുള്ള ബാക്കിയുള്ള ജീവിതത്തിൽ അവൻ വലുതായി അല്ലെങ്കിൽ അവൾ വലുതായി ഉത്തരവാദിത്തത്തിലേക്ക് കടക്കും. എന്നിട്ട് ഒരു സമയം വരുമ്പോൾ പിന്നെ യൂണിവേഴ്സിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതി. അല്ലാതെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രപഞ്ചത്തിന്റെ ഉൾക്കാമ്പ് എനിക്ക് അറിയണം, എന്റെ ആത്മാവിനെ ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയല്ല. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു മാസ്റ്റർ. കുട്ടികൾ അപ്പോൾ ഇത് പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനായിട്ട് ഈ ധ്യാനമുറയ്ക്ക് സാധിക്കും. അപ്പൊ ആ ഒരു ഏകാഗ്രതയോട് കൂടി കൂടുതൽ നല്ല രീതിയിൽ മെച്ചപ്പെട്ട നിലവാരത്തിൽ അവർ പഠിക്കാനായിട്ട് ഉള്ള ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യബോധം അവർക്കുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെയുള്ള രീതി അവർ പഠിച്ചിരിക്കണം. ഫൈനാൻസ് ഉണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് പോകുകയുള്ളൂ. ഫൈനാൻസ് കരസ്ഥമാക്കാനും അത് നല്ല രീതിയിൽ വ്യയം ചെയ്യാനുമുള്ള ഒരു വിദ്യാഭ്യാസം കൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം. അപ്പം തേടായി പഠിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഏകാഗ്രത വർദ്ധിക്കാനായിട്ട് ഉപകരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ പഠന വിഷയങ്ങളിലേക്ക് അവർ കൂടുതൽ ഊന്നൽ കൊടുത്ത് നന്നായിട്ട് പഠിച്ച് മെച്ചപ്പെടുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ തേർഡ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ മറ്റൊരു കൺസെപ്റ്റ് അതിലില്ല. അപ്പം വേറെ രീതിയിലൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ സന്ദേശമാണ്. അങ്ങനത്തെ കൺസെപ്റ്റ് ഏകാഗ്രതയുടെ ഒരു ക്ലാസ് ആയിട്ട്